എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്കയ്ക്ക് 2013 പറ്റിയൊരു ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സിനിമ അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നമ്മുടെ ലാലേട്ടൻ്റെ മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായ ദൃശ്യം എന്ന ചിത്രം മമ്മൂക്ക ആ സിനിമ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആ ഒരു സംഭവമാണ് മമ്മൂക്ക ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം 2013. കാരണം ഈ കഥയുമായിട്ട് ജിത്തു ജോസഫ് ആദ്യം ചെന്നെത്തിയത് നമ്മുടെ മമ്മൂക്കയുടെ കയ്യിലാണ്. അന്ന് മമ്മൂക്ക അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചിത്രം അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്തായാലും ജിത്തു വേറെ ആളെ നോക്കിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മീനയെ അതിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാരക്ടർ മീനയെ നന്നാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ജിത്തു ജോസഫ് നേരെ ലാലേട്ടൻ്റെ അടുക്ക് ചെന്നു. ലാലേട്ടൻ ആ ചിത്രം ഏറ്റെടുത്ത് ആ ചിത്രം മലയാളത്തിൻ്റെ ആദ്യ 50 കോടി ചിത്രമായി. അത് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റുമായി. ആ ചിത്രം മമ്മൂക്ക നിരസിച്ചത് അതേ ടൈമിൽ റിലീസായ ഒരു ചിത്രം ഉണ്ടായിരുന്നു, VK പ്രകാശിൻ്റെ സൈലൻസ് എന്ന ചിത്രം. ആ സൈലൻസ് എന്ന ചിത്രം മലയാളത്തിലെ ഒരു വലിയൊരു ഫ്ലോപ്പ് ചിത്രം കൂടിയാണ്. മമ്മൂക്കയുടെ ആ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ചിത്രം തന്നെയാണ് സൈലൻസ് എന്ന ചിത്രം. ഈ ദൃശ്യവും സൈലൻസും ഒരേ ടൈമിൽ റിലീസായതാണ്. ദൃശ്യം വമ്പൻ ഹിറ്റായി, സൈലൻസ് വമ്പൻ ഫ്ലോപ്പായി. ഈ ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഈ ഒരു സിനിമ ഒഴിവാക്കിയപ്പോൾ എന്താ പറയുക, ഒരുപാട് ആളുകൾ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇല്ല. കാരണം ഇതുപോലുള്ള നല്ല ഒരു ഫാമിലി സബ്ജക്റ്റ് ഒഴിവാക്കി ഇതുപോലുള്ള മണ്ടൻ ചിത്രം ഏറ്റെടുത്ത മമ്മൂക്കയെ ഒരുപാട് അന്ന് വിമർശിച്ച ഒരു സാമൂഹിക രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് തന്നെ ശരി. കാരണം ഈ ദൃശ്യം എന്ന് പറയുന്ന ചിത്രം ഒരു ഫാമിലി സബ്ജക്റ്റാണ്, അതുപോലെ തന്നെ ഒരു ത്രില്ലിംഗ് പടം കൂടിയാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ മമ്മൂക്ക ചെയ്താൽ ഇന്ന് നമ്മുടെ ഈ കാണുന്ന ദൃശ്യത്തിനേക്കാൾ ഒരുപാട് മുകളിൽ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലാവും എന്നുള്ളതിൽ ഒരു സംശയമാണ്. കാരണം മമ്മൂക്കക്ക് ഫാമിലി സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ. അതിൻ്റെ ഇമോഷൻസായാലും അതിലുള്ള ഓരോ ഈ പ്രത്യേക ത്രില്ലർ പടം മമ്മൂക്കക്ക് അനായാസം കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മമ്മൂക്ക സിമ്പിളായ കാര്യങ്ങളായിട്ട് മമ്മൂക്ക ആ ഒരു ചിത്രം ഒഴിവാക്കിയപ്പോൾ അത് എന്താ പറയുക, പ്രേക്ഷകൻ്റെ മനസ്സിൽ മമ്മൂക്ക ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വളരെ പിന്നിലാണെന്നൊരു ബോധം വളർത്തിയെടുത്ത്. എന്നിട്ട് ഇതുപോലുള്ള മണ്ടൻ ചിത്രങ്ങൾ ഏറ്റെടുത്തപ്പോൾ പ്രേക്ഷകൻ അത് വിലയിരുത്തി. മമ്മൂട്ടിക്ക് അന്ന് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ അറിയില്ല, ഈ ദൃശ്യം പോലെ ഇത്ര നല്ലൊരു ചിത്രം ഒഴിവാക്കി എന്നുള്ളത് സത്യം തന്നെ. കാരണം മമ്മൂക്ക ഒരിക്കലും ആ ദൃശ്യം എന്ന ചിത്രം ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. കാരണം മമ്മൂക്ക ചെയ്താൽ അത് ലാലേട്ടൻ അന്ന് ചെയ്ത ദൃശ്യത്തിൻ്റെ ഒരുപാട് മുകളിലെത്തുന്ന ഒരു ക്യാരക്ടറാണ്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നമുക്കൊക്കെ എന്താ പറയുക, ഒരു വേറെ ലെവൽ അനുഭവം നമുക്ക് ഷുവറായിട്ടും കിട്ടും. പ്രത്യേകിച്ച് ഫാമിലി സബ്ജക്റ്റ് ആകുമ്പോൾ മമ്മൂക്ക അതിൽ അഴിഞ്ഞാടുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. വാത്സല്യ കണ്ടാണ് നമ്മൾ, രാപ്പകൽ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് മമ്മൂക്കയുടെ ഫാമിലി സബ്ജക്റ്റാണ്. അതൊക്കെ മമ്മൂക്ക അനായാസമായിട്ട് ചെയ്യും. പിന്നെ ത്രില്ലർ പടങ്ങളുടെ കാര്യം പറയേ വേണ്ട. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മമ്മൂക്ക 2013 ചെയ്ത ഈ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. അത് പറയാതെ വയ്യ. എന്തായാലും അന്ന് മമ്മൂക്ക ആ ചിത്രം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മമ്മൂക്കയുടെ ഒരു ജോർജ് കുട്ടി നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. മമ്മൂക്ക ചെയ്തതാണോ, അത് നിരസിച്ചത് നന്നായോ അതോ നിരസിച്ചത് മണ്ടത്തരായോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.